ഇസ്രയേലിനെതിരെ മുന്നറിയിപ്പ് നൽകി ഇറാൻ രംഗത്തെത്തി. ജൂതവിരുദ്ധത വളർത്താനായി ഇസ്രയേൽ വിദേശത്തുള്ള ജൂത സമൂഹങ്ങളെ സ്വയം ഉപദ്രവിക്കുകയും വ്യാജ ആക്രമണങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. ഇറാൻ സായുധ സേനയുടെ മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രയേലിനെ ഇരയായി ചിത്രീകരിക്കാൻ ഇതാദ്യത്തെ ശ്രമമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യഹൂദ വിരുദ്ധത വളർത്തുന്നതിനായി ജൂതന്മാർക്കെതിരായ വ്യാജ ഇസ്രയേലി ആക്രമണങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് ഇറാൻ. വിദേശത്തുള്ള ജൂത സമൂഹങ്ങളെ ഇസ്രയേൽ ഭരണകൂടം സ്വയം ഉപദ്രവിക്കുകയും അവർക്കെതിരെ ആക്രമണം നടത്തുന്നുവെന്ന് വ്യാജമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവി പറയുന്നത്. ജൂതവിരുദ്ധതയെക്കുറിച്ചുള്ള ഭയം ജനിപ്പിക്കാനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റിവേഴ്സ് മൈഗ്രേഷൻ തടയുന്നതിനും ആഭ്യന്തര പ്രക്ഷുബ്ധതയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും സെമിറ്റിക് വിരുദ്ധത വളർത്തുന്നതിനും ഇസ്രയേൽ മറ്റു രാജ്യങ്ങളിലെ ജൂത സമൂഹത്തെയും അവരുടെ സ്ഥാപനങ്ങളെയും ഇല്ലാതാക്കുന്നു. ഇസ്രയേലിനെ ഇരയായി ചിത്രീകരിക്കാൻ ഇസ്രയേൽ ഭരണകൂടം ഇതാദ്യമായല്ല ശ്രമിക്കുന്നത് എന്നും മുൻകാലങ്ങളിലും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞയാഴ്ച ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഒരു ജൂത പരിപാടിക്കിടെ അച്ഛനും മകനും ഉൾപ്പെടുന്ന 2 തോക്കുധാരികൾ നടത്തിയ വെടിവെപ്പിൽ 15 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തെയും അദ്ദേഹം പരാമർശിച്ചു. ഈ ആക്രമണത്തെ ഇറാൻ അപലപിച്ചിരുന്നു. ഭീകരാക്രമണങ്ങളും കൂട്ടക്കൊലകളും എവിടെ നടന്നാലും നിയമവിരുദ്ധവും കുറ്റകരവുമായി അപലപിക്കപ്പെടുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി പറഞ്ഞിരുന്നു. അമേരിക്കയുടെയും ഇസ്രായേൽ ഭരണകൂടത്തിന്റെയും ക്രിമിനൽ സ്വഭാവം കഴിഞ്ഞ 2 വർഷത്തെ സംഭവങ്ങളിലൂടെ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടിയിട്ടുണ്ട് എന്നും അബ്ദുൾ റഹീം മൗസവി പറഞ്ഞു. വഞ്ചകരും യുദ്ധക്കുതിയന്മാരായ ശത്രുക്കൾ ഒരു അന്താരാഷ്ട്ര നിയമങ്ങളോ മാനുഷിക മാനദണ്ഡങ്ങളോ പാലിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ ഡിസംബർ 29 വൈറ്റ് ഹൌസിൽ മാർ എലാഗായിലോ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന കൂടിക്കാഴ്ചയെ ഗൌരവമായി ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നു. ഇസ്രായേൽ എന്ന ജൂതരാജ്യം ഇപ്പോൾ വലിയ ആശങ്കയിലും ഭയത്തിലുമാണ്. ഗാസയിൽ നടത്തിയ ആക്രമണം മുതൽ ഇറാനുമായുണ്ടായ ഏറ്റുമുട്ടൽ വരെ എടുത്തു പരിശോധിച്ചാൽ ഇസ്രായേൽ എന്ത് ലക്ഷ്യം മുൻനിർത്തിയാണോ ആക്രമണം നടത്തിയത് ആ ലക്ഷ്യം അവർക്ക് നേടാനായിട്ടില്ല എന്ന് മാത്രമല്ല ഇറാൻ സൈനികരുമായി കൂടുതൽ ശക്തി ആർജിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.